ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗൗതമിൻ്റെയും അടകനന്ദനും പിങ്കിയുടെയും അടുത്ത ആഴ്ചയിലെ സൂപ്പർ പ്രൊമോ വിശേഷത്തിലേക്ക് സ്വാഗതം. എപ്പിസോഡിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ രസകരമാകുന്ന ചില നിമിഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. കാരണം നമ്മുടെ നന്ദ പിങ്കിയെ ഓവറായിട്ട് കെയർ ചെയ്യുകയും അങ്ങനെ തൻ്റെ കുഞ്ഞ് പിങ്കിയുടെ വയറ്റിൽ ഉള്ളത് കൊണ്ട് തന്നെ പിങ്കിനെ വെയിൽ കൊള്ളിക്കുന്നു, അതുപോലെ ആഹാരങ്ങൾ എടുത്തു കൊടുക്കുന്നു, അതുപോലെ ഉറങ്ങുവാൻ സമ്മതിക്കുന്നില്ല. ഉറക്കത്തിനും അതുപോലെ ആഹാരത്തിനൊക്കെ ഒരു പരിധി വെക്കുന്ന ചില രസകരമാകുന്ന നിമിഷങ്ങളൊക്കെയാണ് നമ്മൾ കാണാൻ പോകുന്നത്. അങ്ങനെ ഫ്രീഡം ഉണ്ടായിരുന്ന പിങ്കിയെ തളയ്ക്കുന്ന നന്ദയുടെ രസകരമാകുന്ന നിമിഷങ്ങളൊക്കെ എപ്പിസോഡിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ കാണാം. അങ്ങനെ പിങ്കിക്ക് ആകെ അസ്വസ്ഥയായി പോകുന്ന രസകരമാകുന്ന നിമിഷങ്ങളൊക്കെ കാണാം. കാരണം നന്ദ അതുപോലെ രാവിലെ തന്നെ എഴുന്നേൽപ്പിക്കുന്നു, അതുപോലെ വൈകുന്നേരം ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങുവാൻ പറയുന്നു, ആഹാരം, ജ്യൂസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കുഞ്ഞിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നല്ലതിന് വേണ്ടി ചെയ്യുമ്പോൾ പിങ്കിക്ക് അതൊരു ഒത്തിരി അസ്വസ്ഥതയൊക്കെ ആകുന്നതാണ് അടുത്ത ആഴ്ച എപ്പിസോഡിൽ കാണാൻ പോലെ. പിന്നെ കാണുന്ന പിങ്കിയുടെ ചില തന്ത്രങ്ങളാണോ, ആ തന്ത്രത്തിൽ നന്ദ അടിത്തെറ്റി പോകുന്ന ചില നിമിഷങ്ങളൊക്കെ എപ്പിസോഡിന്റെ മധ്യഭാഗത്തിൽ കാണാട്ടോ. പിങ്കിക്ക് മനസ്സിലായി ഇങ്ങനെ വിട്ടാൽ നന്ദനെ ഇങ്ങനെ വിട്ടാൽ ശരിയാകില്ല. തന്നെ ഓവറായിട്ട് കെയർ ചെയ്യുന്നു, തൻ്റെ അടുക്കൽ എപ്പോഴും. അപ്പോൾ അതുമാത്രമല്ല, ഗൗതമിനോടൊന്ന് സംസാരിക്കുവാൻ പോലും നന്ദ സമ്മതിക്കുന്നില്ല. കാരണം എപ്പോഴും തൻ്റെ നന്ദയുടെ കുഞ്ഞ് വയറ്റിലുള്ളതുകൊണ്ടായിരിക്കാം എപ്പോഴും എല്ലാ കാര്യത്തിനും നന്ദ ഓടിയെത്തുന്നു. അതൊക്കെ ഒരു വലിയൊരു വിഷയമായി നിൽക്കുമ്പോഴാണ് പിങ്കിക്ക് ഒരു റൂട്ട് മാറ്റി പിടിക്കുവാൻ ശ്രമിക്കുക. അങ്ങനെ ഒരു അവതാരത്തെ അല്ലെങ്കിൽ ഒരു സഖായിനെ ഇന്ത്യപുരം തറവാട്ടിലേക്ക് വിളിക്കുന്ന ഒരു രസകരമാകുന്ന നിമിഷമാട്ടോ. അപ്പോൾ അടുത്ത ആഴ്ച ഹൈലൈറ്റ് എന്ന് പറഞ്ഞ ഈ പുതിയ അതിഥി താരം വേറെ ആരുമല്ല, നന്ദയ്ക്ക് വേണ്ടപ്പെട്ട നന്ദനെ പരിചരിക്കുവാൻ വേണ്ടി ഗിരിജ എന്നൊരു സ്ത്രീ ഒരു മോഡേൺ ലുക്കിൽ ഇന്ത്യപുരത്തേക്ക് വരുന്നു. അതിനുശേഷം കാണാൻ പോകുന്നത് ക്രൂരത നിറഞ്ഞ ചില നിമിഷങ്ങളൊക്കെയാട്ടോ. നന്ദയോട് അതിക്രൂരമായി ഗിരിജ ഇടപെടുകയും അതിൽ നന്ദ തകർന്നു പോവുകയും ചെയ്യാട്ടോ. അങ്ങനെ ഗിരിജ നന്ദയെ പിന്നെ പിങ്കിയുടെ അടുക്കൽ അടുപ്പിക്കുന്നില്ല കേട്ടോ. നന്ദയ്ക്ക് തൻ്റെ കുഞ്ഞിനോട് സംസാരിക്കാൻ പറ്റുന്നില്ല. തൻ്റെ കുഞ്ഞിനെ ഒന്ന് ലാളിക്കുവാൻ, പിങ്കിയുടെ വയറ്റിലായി ഒന്നിൽ തൊടുവാൻ പോലും അനുവാദം കൊടുക്കാതെ ഒരുപാട് അപമാനിക്കുകയും അതുപോലെ കുത്തുവാക്കുകൾ കൊണ്ട് നന്ദയെ വേദനിപ്പിക്കുകയും ചെയ്യും കേട്ടോ. അങ്ങനെ ഈ വ്യക്തിയുടെ അല്ലെങ്കിൽ ഈ സ്ത്രീയുടെ വിചാരം ഈ പിങ്കിയുടെ ശത്രുക്കളാണ് ഇന്ത്യപുരം തറവാട്ടിലുള്ള എല്ലാവരും എന്നുള്ള ഈ രീതിയിൽ എല്ലാവരോടും ക്രൂരമായി തന്നെ ഇടപെടുന്നതൊക്കെയാണ് അടുത്ത ആഴ്ച എപ്പിസോഡിൽ കാണാൻ പോകുന്ന. ഒടുവിൽ നന്ദ സഹികെട്ട് ഗൗതമിനോട് ചെന്ന് കാര്യങ്ങൾ പറയുകയാണ്. ഇപ്പോൾ ഗൗതമിന് ഒന്നും ചെയ്യാൻ പറ്റാത്ത ചില അവസ്ഥയൊക്കെ ഉണ്ടാവും. എന്നാലും ഗൗതമിന് ചെയ്യാൻ പറ്റുന്നത് നന്ദനെ ആശ്വസിപ്പിക്കുക എന്നത് മാത്രമാണ്. അങ്ങനെ നന്ദയെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കുകയും നന്ദയുടെ കൂടെ നിൽക്കുവാൻ ഗൗതം തയ്യാറാകുകയും ചെയ്യുന്ന ഒരു നല്ല രസകരമാകുന്ന ഒരു നിമിഷങ്ങളൊക്കെയാണ് എപ്പിസോഡിൽ കാണാൻ പോകുന്നത്. അപ്പം ഒരുപാട് പ്രേക്ഷകർ എന്നെ ചീത്ത വിളിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും കഥ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഒടുവിൽ ഒരു ശുഭവാർത്ത ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി വീണ്ടും കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.